സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2023 ഏപ്രിൽ മാസത്തെ 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാ തവണത്തെയും പോലെ ഇന്നത്തെയും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 16 നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കണ്ട് ഇതൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്തേക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അന്തരിച്ച ബർമാചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? അന്തരിച്ച ബർമാചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഓപ്ഷൻ എ മുൻ ഫുട്ബോൾ താരം. മുൻ ഫുട്ബോൾ താരം. അപ്പോൾ അന്തരിച്ച ബർമാചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? അദ്ദേഹം മുൻ ഫുട്ബോൾ താരമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. മൂന്നാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര ഓട്ടിസം ബോധവൽക്കരണ ദിനം എന്നാണ്? എന്നാണ് അന്താരാഷ്ട്ര ഓട്ടിസം ബോധവൽക്കരണ ദിനം? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഏപ്രിൽ 2. ഓപ്ഷൻ ബി ഏപ്രിൽ 2 അന്താരാഷ്ട്ര ഓട്ടിസം ബോധവൽക്കരണ ദിനം. അപ്പോൾ എന്നാണ് ഓട്ടിസം ബോധവൽക്കരണ ദിനം? ഏപ്രിൽ 2. നാലാമത്തെ ചോദ്യം: നാറ്റോയിൽ 31ാമത് അംഗമായ രാജ്യം? നാറ്റോയിൽ 31ാമത് അംഗമായ രാജ്യം? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഫിൻലൻഡ്. അപ്പോൾ നാറ്റോയിൽ 31ാമത് അംഗമായി മാറിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. അഞ്ചാമത്തെ ചോദ്യം: ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറിയത്? ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറിയത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ രാജസ്ഥാൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ. അപ്പോൾ ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായത് ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാനാണ്. ഓപ്ഷൻ എ രാജസ്ഥാനാണ് ആൻസർ. അടുത്ത നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കൊൽക്കത്ത. ഓപ്ഷൻ എ കൊൽക്കത്തയാണ് ആൻസർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഏഴാമത്തെ ചോദ്യം: ചിരഞ്ജീവി സ്വാസ്ഥ്യ ഭീമാ യോജന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ചിരഞ്ജീവി സ്വാസ്ഥ്യ ഭീമാ യോജന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഓപ്ഷൻ ഡി രാജസ്ഥാൻ ആണ്. അപ്പോൾ ചിരഞ്ജീവി സ്വാസ്ഥ്യ ഭീമാ യോജന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണ്. എട്ടാമത്തെ ചോദ്യം: ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം? 2023 ഏപ്രിലിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അർജന്റീന. ഓപ്ഷൻ സി അർജന്റീനയാണ് ആൻസർ. അപ്പോൾ 2023 ഏപ്രിലിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അർജന്റീന. ഒൻപതാമത്തെ ചോദ്യം: രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത ഗജ ഉത്സവം 2023 നടക്കുന്ന ദേശീയ ഉദ്യാനം? രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത ഗജ ഉത്സവം 2023 നടക്കുന്ന ദേശീയ ഉദ്യാനം? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മനാസ്. ഓപ്ഷൻ എ മനാസ് ആണ് ആൻസർ. അപ്പോൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത ഗജ ഉത്സവം 2023 നടക്കുന്ന ദേശീയ ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മനാസ് ആണ്. പത്താമത്തെ ചോദ്യം: പൗരന് വീക്ഷണം പ്രകടിപ്പിക്കുവാനും പ്രതിഷേധിക്കുവാനും അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? പൗരന് വീക്ഷണം പ്രകടിപ്പിക്കുവാനും പ്രതിഷേധിക്കുവാനും അവകാശമുണ്ടെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ഏത് ഹൈക്കോടതിയാണ്? മുംബൈ ഹൈക്കോടതിയാണ്. അപ്പോൾ പൗരന് വീക്ഷണം പ്രകടിപ്പിക്കുവാനും പ്രതിഷേധിക്കുവാനും അവകാശമുണ്ടെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി മുംബൈയാണ്. 11ാമത്തെ ചോദ്യം:
2023 ഏപ്രിലിൽ ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോണായ ഹെയിൽ 2 പരീക്ഷിച്ച രാജ്യം. 2023 ഏപ്രിലിൽ ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോണായ ഹെയിൽ 2 പരീക്ഷിച്ച രാജ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഉത്തര കൊറിയ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഉത്തര കൊറിയ. അടുത്ത 12ാമത്തെ ചോദ്യം നോക്കാം. 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി. 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി. ഓപ്ഷൻ സി, ചെന്നൈ ആണ് ആൻസർ. ഓപ്ഷൻ സി, ചെന്നൈ. അപ്പോൾ 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ചെന്നൈ ആണ്. 13ാമത്തെ ചോദ്യം. ഡോക്ടർ BR അംബേദ്കറിന്റെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഡോക്ടർ BR അംബേദ്കറിന്റെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഓപ്ഷൻ ഡി, തെലങ്കാനയാണ് ആൻസർ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിന്റെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. 14ാമത്തെ ചോദ്യം. ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി. ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഇന്ത്യ. അപ്പോൾ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യയാണ്. 15ാമത്തെ ചോദ്യം. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ കീഴിൽ ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത്. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ കീഴിൽ ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, കൊല്ലം. ഓപ്ഷൻ സി, കൊല്ലമാണ് ആൻസർ. അപ്പോൾ കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ കീഴിൽ ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത് കൊല്ലമാണ്. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ വന്നതെവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ വന്നതെവിടെ എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, മുംബൈ ആണ്. ഓപ്ഷൻ സി, മുംബൈ ആണ് ആൻസർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിലർ സ്റ്റോർ എവിടെയാണ്? മുംബൈയിലാണ്. 17ാമത്തെ ചോദ്യം. 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, അർജന്റീന. അപ്പോൾ 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അർജന്റീനയാണ്. 18ാമത്തെ ചോദ്യം. പ്രഥമ ദേശീയ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ് ഭാരതിന് വേദിയാകുന്നത്. പ്രഥമ ദേശീയ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ് ഭാരതിന് വേദിയാകുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, മുംബൈ. അപ്പോൾ പ്രഥമ ദേശീയ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ് ഭാരതിന് വേദിയാകുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. 19ാമത്തെ ചോദ്യം. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, സേതു. ഓപ്ഷൻ ബി, സേതു ആണ് ആൻസർ. അപ്പോൾ 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സേതു ആണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, കേരളം. ഓപ്ഷൻ സി, കേരളമാണ് ആൻസർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഏപ്രിൽ മാസത്തെ 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്തേക്കുക.